മജ്ജിമ നികായ 16 ചേതോഖില സൂത്ത്. ചേതോഖില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൻ്റെ കളങ്കം, മനസ്സിലുണ്ടാകുന്ന വികാരം, മനസ്സിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ പാപധർമ്മങ്ങൾ എന്നെല്ലാമാണ് അർത്ഥം. ഈ പാപധർമ്മങ്ങളെ നീക്കിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് മുക്തി, മോക്ഷം എന്നത് കിട്ടുകയുള്ളൂ, നിബ്ബാണം കിട്ടുകയുള്ളൂ. അപ്പോൾ എന്താണ് ഈ കളങ്കം എന്ന് നമ്മൾ അറിയണം, അതിനെ നമ്മൾ നീക്കം ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മൾക്ക് നമ്മളുടെ ലക്ഷ്യത്തിൽ എത്താൻ സാധിക്കുകയുള്ളൂ. ഞാൻ ഇങ്ങനെ കേട്ടു, ഒരിക്കൽ ഭഗവാൻ ശ്രാവസ്തിയിൽ ജേതവനത്തിൽ അനാഥ പിണ്ടകൻ്റെ ആശ്രമത്തിൽ വിഹരിക്കുകയായിരുന്നു. അവിടെ ഭഗവാൻ ഭിക്ഷുക്കളെ ഇങ്ങനെ അഭിസംബോധന ചെയ്തു: ഭിക്ഷുക്കളെ, വന്ധ്യഗുരുവേ എന്ന് പറഞ്ഞ് ആ ഭിക്ഷുക്കൾ ഭഗവാന് പ്രത്യുത്തരം കൊടുത്തു. ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു: യസ്സ കസ്സജി ഭിക്കവേ ഭിക്ഖൂനോ പഞ്ചഛേദോഖില അപ്പഹീന പഞ്ചഛേദോസിവിനി ബന്ധ അസമുച്ഛിന്ന. ഭിക്ഷുക്കളെ, ഏത് സമയം വരെ ഒരു ഭിക്ഷുക്കളുടെ പഞ്ചഛേദോഖില അല്ലെങ്കിൽ 5 മനസ്സിൻ്റെ കളങ്കങ്ങൾ അപ്പഹീണ ഇല്ലാതായിട്ട് തീരുന്നുവോ, പഞ്ചഛേദസോ വിനിബന്ധ അസമുച്ഛിന്ന മനസ്സിൻ്റെ 5 ചങ്ങലക്കെട്ടുകൾ അല്ലെങ്കിൽ ബന്ധനങ്ങൾ മുറിയുന്നില്ലയോ, സോവതിമസ്മിം ധമ്മവിനയെ ബുദ്ധിം വിരൂളിം വേപുല്ലം ആപച്ചി സതീതി. അതുവരെ ആ ഭിക്ഷു ഈ ധർമ്മവിനയത്തിൽ മുന്നേറില്ല, പൂർത്തിയാക്കാൻ സാധിക്കില്ല, അഭിവൃദ്ധി പ്രാപിക്കില്ല. ഇവിടെ ധമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധർമ്മം, വിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റൂൾസ് അല്ലെങ്കിൽ നിയമങ്ങൾ എന്നാണ് അർത്ഥം. കഥമാസ പഞ്ച ചേതോഖില അപ്പഹീന ഹോന്തി. അവരുടെ മനസ്സിലുള്ള ഏത് 5 കളങ്കങ്ങളാണ് അവർ ഉപേക്ഷിക്കാത്തത്? ഭിക്ഷുക്കളെ, ആദ്യമായിട്ട് ഒരു ഭിക്ഷു തൻ്റെ ശാസ്താവിനെ അല്ലെങ്കിൽ ഗുരുവിനെ സംശയിക്കുന്നു, വിശ്വാസമില്ല, ഗുരുവിൽ പ്രസന്നനല്ല, ഗുരു ശരിയാണോ എന്ന സംശയമുണ്ട്. ഭിക്ഷുക്കളെ, ശാസ്താവിനെ ഇപ്രകാരം സംശയിക്കുന്നതുകൊണ്ട്, ശാസ്താവിൽ പൂർണ്ണ തൃപ്തിയില്ലാത്തതിനാൽ, ശങ്കയുള്ളതിനാൽ അവൻ്റെ ചിത്തം ഒരിക്കലും ഈ ധമ്മവിനയത്തിൽ അതിലേക്ക് ചായ്വുണ്ടാകില്ല, പരിശ്രമിക്കില്ല, പ്രയത്നം ചെയ്യില്ല, പൂർണ്ണമായിട്ട് തന്നെ അർപ്പിക്കില്ല. അങ്ങനെ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ആ ഭിക്ഷുവിൻ്റെ ലക്ഷ്യവും നിറവേറില്ലല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഇതാണ് ആദ്യത്തെ ഛേദോഖില അല്ലെങ്കിൽ മനസ്സിൻ്റെ കളങ്കം. അത് അവർ വിട്ടുകളഞ്ഞിട്ടില്ല. വീണ്ടും ഭിക്ഷുക്കളെ, ഒരു ഭിക്ഷുവിന് ധർമ്മത്തെപ്പറ്റി സംശയമുണ്ട്, അതിൽ പൂർണ്ണമായിട്ടുള്ള വിശ്വാസമില്ല, അതിൽ പ്രസന്നനല്ല, അതിനെപ്പറ്റി ഉറച്ച ഒരു തീരുമാനമെടുത്തിട്ടില്ല. ഇത് കാരണം അവൻ്റെ ചിത്തം ഈ ധർമ്മവിനയത്തിലേക്ക് ചായ്വുണ്ടാകില്ല, അതിനാൽ പരിശ്രമിക്കില്ല, പ്രയത്നിക്കില്ല, പുരുഷാർത്ഥം ചെയ്യില്ല. അത് കാരണം അവന് മുന്നേറാൻ സാധിക്കില്ല. ഇത് രണ്ടാമത്തെ മനസ്സിൻ്റെ കളങ്കമാണ്. അത് ആ ഭിക്ഷു വിട്ടുകളഞ്ഞിട്ടില്ല. ആ ഭിക്ഷുവിന് സംഘത്തെപ്പറ്റി വിചികിത്സ അല്ലെങ്കിൽ സംശയമുണ്ട്, തൃപ്തനല്ല, ശങ്കയുണ്ട്. അങ്ങനെയാണെങ്കിൽ അവൻ്റെ ചിത്തം ഈ ധർമ്മവിനയത്തിൽ പൂർണ്ണമായിട്ട് ചായ്വുണ്ടാകില്ല, അതിനുവേണ്ടി പ്രയത്നിക്കില്ല, അതിനുവേണ്ടി സ്വയം അർപ്പിക്കില്ല, പുരുഷാർത്ഥം ചെയ്യില്ല. ഇത് മൂന്നാമത്തെ മനസ്സിൻ്റെ കളങ്കമാണ്. അടുത്തതായി ആ ഭിക്ഷു ശിക്ഷ അല്ലെങ്കിൽ ആ ട്രെയിനിങ്, അതിനെപ്പറ്റി ആ ഭിക്ഷുവിന് സംശയമുണ്ടാകും. അതിനെപ്പറ്റി ആ ഭിക്ഷുവിന് ഉറപ്പില്ല, പ്രസന്നമല്ല. ഈ ശിക്ഷയെപ്പറ്റി അവൻ്റെ സംശയം ഉപേക്ഷിക്കാത്തതിനാൽ അവൻ്റെ മനസ്സ് ഈ ധർമ്മവിനയത്തിലേക്ക് ചായില്ല, അതിന് പൂർണ്ണമായിട്ടും അർപ്പിക്കില്ല, പ്രയത്നിക്കില്ല, പരിശ്രമിക്കില്ല. ഇത് ആ ഭിക്ഷുവിൻ്റെ നാലാമത്തെ ചേതോഖില അല്ലെങ്കിൽ മനസ്സിൻ്റെ കളങ്കമാണ്. അത് അവൻ ഉപേക്ഷിച്ചിട്ടില്ല. ഭിക്ഷുക്കളെ, ഒരു ഭിക്ഷു അവൻ്റെ ആധ്യാത്മിക ജീവിതത്തിലെ സുഹൃത്തുക്കളോട് അല്ലെങ്കിൽ സഹബ്രഹ്മചാരിമാരോട് അവർ ദേഷ്യമുള്ളവരാണ്, അവരിൽ തൃപ്തരല്ല, അവരെപ്പറ്റി വിദ്വേഷം മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്, അവരിൽ നിന്ന് അകന്നു നിൽക്കുന്നു. കൂടെയുള്ള ബ്രഹ്മചാരിമാരോട് ഇപ്രകാരം ദേഷ്യമുള്ളതിനാൽ ആ ഭിക്ഷുവിൻ്റെ ചിത്തം ഒരിക്കലും ധർമ്മത്തിലേക്ക് ചായില്ല, അതിനാൽ അതിലേക്ക് പൂർണ്ണമായിട്ട് അർപ്പിക്കില്ല, പ്രയത്നിക്കില്ല, പരിശ്രമിക്കില്ല.
ഇത് ചിത്തത്തിൻ്റെ 5ാമത്തെ കളങ്കമാണ്. ഇതിനെ ആ ഭിക്ഷു ഉപേക്ഷിച്ചിട്ടില്ല. ഇതെല്ലാം മനസ്സിൻ്റെ കളങ്കമാണ് എന്ന് പറയുന്നതിൻ്റെ കാരണം ഒന്നില്ലെങ്കിൽ ഇതിൽ ദ്വേഷം അടങ്ങിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ 5 നീവരണങ്ങൾ അടങ്ങിയിട്ടുണ്ടാകും. വിചികിത്സ എന്ന് പറയുന്നത് ഒരു നീവരണമാണ്, ശത്രുവാണ്. അപ്പോൾ രാഗദ്വേഷ മോഹമൂഢിതമായിട്ടുള്ള ചിത്തം അതെപ്പോഴും പാപകരമായിട്ടുള്ള ചിത്തമാണ്. അതുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരിക്കലും മുക്തി ലഭിക്കില്ല. ഇതുവരെ ഛേദോഖില അല്ലെങ്കിൽ മനസ്സിൻ്റെ കളങ്കത്തെ പറ്റിയാണ് പറഞ്ഞത്. ഇനി പറയുന്നത് ചേതസോ വിനിബന്ധ, അതായത് മനസ്സിൻ്റെ ചങ്ങലക്കെട്ടുകളെ കുറിച്ചിട്ടാണ്. കഥമാസ പഞ്ച ചേതസോ വിനിബന്ധ അസമുച്ചിന ഹൊന്തി. ഭിക്ഷുക്കളെ, ഏതാണ് ആ 5 മനസ്സിൻ്റെ ചങ്ങലക്കെട്ടുകൾ? അതിനെ ഒരു ഭിക്ഷു മുറിച്ച് കളയാതിരുന്നത്. ആദ്യമായിട്ട് ഒരു ഭിക്ഷു കാമേ, അതായത് ഇന്ദ്രിയ സുഖങ്ങൾക്കുള്ള രാഗം, ആഗ്രഹം, ആസക്തി, ദാഹം, തൃഷ്ണ, ഇതിൽ നിന്ന് ആ ഭിക്ഷു വിമുക്തനല്ല. അതായത് ഇവിടെ കാമം എന്ന് പറയുന്ന സമയത്ത് 5 ഇന്ദ്രിയങ്ങളിലൂടെ നമ്മൾ അനുഭവിക്കുന്ന സുഖാനുഭവങ്ങളോടുള്ള ആസക്തി. കണ്ണിൽ പ്രിയപ്പെട്ട രൂപം, മൂക്കിൽ പ്രിയപ്പെട്ട ഗന്ധം, നാവിൽ പ്രിയപ്പെട്ട രുചി, കാതിൽ പ്രിയപ്പെട്ട ശബ്ദം, പ്രിയപ്പെട്ട സ്പർശം, അതേപോലെ തന്നെ പ്രിയപ്പെട്ട ചിന്തകൾ. ഇവയിൽ നമ്മൾ ആസക്തരാണെങ്കിൽ അത് നമ്മളുടെ ചങ്ങലക്കെട്ടുകളാണ് എന്നാണ് പറയുന്നത്. ഒരു വ്യക്തി നല്ലപോലെ ധ്യാനിക്കുന്നുണ്ടാകാം, ഒരു ഭിക്ഷു. പക്ഷെ പിന്നീട് ആ ഭിക്ഷു ഇന്ദ്രിയ സുഖങ്ങൾ അനുഭവിക്കുകയാണ്, TV കാണുകയാണ്, മൊബൈലിലൂടെ സംഗീതം കേൾക്കുകയാണ്. ഇങ്ങനെയുള്ള 5 കാമഗുണങ്ങൾ ആ ഭിക്ഷു അനുഭവിക്കുന്നുണ്ട് എങ്കിൽ അവൻ ഒരിക്കലും ആ രാഗത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന് വിമുക്തനാകില്ല എന്നാണ് പറയുന്നത്. ഇതുമൂലം ആ ഭിക്ഷുവിൻ്റെ മനസ്സ് ഒരിക്കലും ധർമ്മവിനയത്തിലേക്ക് ചായില്ല, അതിനുവേണ്ടി പ്രയത്നിക്കില്ല, പരിശ്രമിക്കില്ല, അതിനുവേണ്ടി അർപ്പിക്കില്ല. ഇതാണ് അവർ ഉപേക്ഷിക്കാതിരുന്ന ആദ്യത്തെ ചങ്ങലകെട്ട്. പുനചപരം ഭിക്ഷവേ ഭിക്ഷു കായേ അവീതരാഗോ ഹോതി. പിന്നെ ഒരു ഭിക്ഷു ശരീരത്തോട് അതിനോടുള്ള ആസക്തി അവന് മാറിയിട്ടില്ല. ശരീരത്തോടുള്ള രാഗം, ആസക്തി, ദാഹം, തൃഷ്ണ ഇവയൊന്നും മാറിയിട്ടില്ല. സ്വന്തം ശരീരത്തെ വളരെയധികം സ്നേഹിക്കുന്നു, അതിനോട് ആസക്തി പുലർത്തുന്നു. ഇത് ആ ഭിക്ഷുവിൻ്റെ 2ാമത്തെ മനസ്സിൻ്റെ ചങ്ങലക്കെട്ടുകളാണ്. അതിനെ ആ ഭിക്ഷു മുറിച്ചു കളഞ്ഞിട്ടില്ല. അതുമൂലം ആ ഭിക്ഷുവിന് ഈ ധർമ്മവിനയത്തിൽ അർപ്പണബോധമോ മനസ്സിൻ്റെ ചായ്വോ പരിശ്രമമോ പ്രയത്നമോ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല. പുനചപരം ഭിക്ഷവേ ഭിക്ഷു രൂപേ അവീതരാഗോ ഹോതി. വീണ്ടും ആ ഭിക്ഷു രൂപത്തിൽ ആ ഭിക്ഷുവിൻ്റെ രാഗം, ആസക്തി, ദാഹം, തൃഷ്ണ ഇവ ശമിച്ചിട്ടില്ല. ഇവിടെ രൂപം എന്ന് പറയുന്നത് പുറത്തുള്ള രൂപങ്ങൾ, അതായത് നമ്മൾ കാണുന്ന സർവ്വ വസ്തുക്കളും, അതിനെയാണ് ഇവിടെ രൂപം എന്ന് പറയുന്നത്. ഇത് 3ാമത്തെ മനസ്സിൻ്റെ ചങ്ങലക്കെട്ടുകളാണ്. ഇതിനെ ആ ഭിക്ഷു ഉപേക്ഷിച്ചിട്ടില്ല, മുറിച്ചു കളഞ്ഞിട്ടില്ല. അത് കാരണം ആ ഭിക്ഷുവിന് ഈ ധർമ്മവിനയത്തിൽ മനസ്സിന് ചായ്വുണ്ടാകില്ല, മനസ്സ് അർപ്പിക്കില്ല, പ്രയത്നം ചെയ്യില്ല, പരിശ്രമം ചെയ്യില്ല. അത് കാരണം ആ ഭിക്ഷു വിജയിക്കുകയും ഇല്ല. അടുത്തതായിട്ട് ആ ഭിക്ഷു വയറ് നിറയെ ആഹാരം കഴിക്കും. അതിനുശേഷം സുഖമായിട്ട് ഉറങ്ങും, അല്ലെങ്കിൽ കിടക്കും, അല്ലെങ്കിൽ ഉറക്കം തൂങ്ങി അതിൻ്റെ സുഖത്തെ ആസ്വദിക്കും. ഏതെങ്കിലും വ്യക്തി ആധ്യാത്മിക സാധനയിൽ മുന്നേറാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ആ വ്യക്തി തീർച്ചയായിട്ടും ഭക്ഷണത്തിൽ നിയന്ത്രണം പാലിക്കണം. കൂടുതൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി ഉറക്കം ആസ്വദിക്കും, അതേപോലെ തന്നെ കിടക്കൽ ആസ്വദിക്കും, അല്ലെങ്കിൽ ഉറക്കം തൂങ്ങൽ ആസ്വദിക്കും. ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ആ ഭിക്ഷുവിൻ്റെ മനസ്സ് ഒരിക്കലും ഈ ധർമ്മവിനയത്തിലേക്ക് ചായില്ല, ഇതിന് മനസ്സ് അർപ്പിക്കില്ല, ഇതിനുവേണ്ടി പ്രയത്നിക്കില്ല, പരിശ്രമിക്കില്ല. ഇതാണ് ആ ഭിക്ഷുവിൻ്റെ 4ാമത്തെ മനസ്സിൻ്റെ ചങ്ങലകെട്ട്. അടുത്തതായിട്ട് ഒരു ഭിക്ഷു ഈ ധർമ്മവിനയത്തിൽ നിൽക്കുന്നത് ഏതെങ്കിലും ദേവലോകത്തിലെ ജന്മത്തിന് വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ സ്വർഗ്ഗലോകത്തിൽ പോയിട്ട് ദേവനായിട്ട് ജനിക്കാനായിരിക്കും ആ വ്യക്തി ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഇമിനാഹം ശീലേനവ വതേനവ തപേനവ ബ്രഹ്മചര്യേനവ ദേവോ വാ ഭവിസ്സാമി
ദേവന്യതരോ വാതി. ഈ ശീലത്താൽ, ഈ വ്രതത്താൽ, തപസ്സിനാൽ, ബ്രഹ്മചര്യത്താൽ ഞാൻ ഒരു ദേവനായിട്ട് ജനിക്കണം, ദേവന്മാരിൽ ഒരാളായിട്ട് ഞാൻ മാറണം. ഈ തരത്തിൽ ചിന്തിക്കുന്നത് കൊണ്ട് അവരുടെ മനസ്സ് ഈ ധർമ്മവിനയത്തിലേക്ക് പൂർണ്ണമായിട്ട് ചായുന്നില്ല, ഇതിലേക്ക് അർപ്പിക്കുന്നില്ല, ഇതിന് പ്രയത്നിക്കുന്നില്ല, പരിശ്രമിക്കുന്നില്ല. ഇവിടെ പറയുന്നത് ഒരു ഭിക്ഷു ഈ ധർമ്മവിനയം അല്ലെങ്കിൽ ഈ അഭ്യാസം അഭ്യസിക്കുന്നത് നിർവ്വാണത്തിന് വേണ്ടിയിട്ടാണ്, മുക്തിക്ക് വേണ്ടിയിട്ടാണ്, മോക്ഷത്തിന് വേണ്ടിയിട്ടാണ്, സർവ്വവികാരങ്ങളിൽ നിന്നും മുക്തനാകുന്നതിന് വേണ്ടിയിട്ടാണ്. പക്ഷേ അതിനു പകരം വീണ്ടും ഒരു ഭവതൃഷ്ണ അല്ലെങ്കിൽ വീണ്ടും ഒരു ദേവലോകത്തിൽ പോയിട്ട് ജനിക്കണം എന്ന് ആ ഭിക്ഷു ആഗ്രഹിക്കുകയാണെങ്കിൽ ഈ ബന്ധനം മൂലം ആ ഭിക്ഷു മുക്തനാകില്ല എന്നാണ് പറയുന്നത്. ഇതാണ് അഞ്ചാമത്തെ ചങ്ങലകെട്ട്. ഇത് അവർ ഉപേക്ഷിച്ചിട്ടില്ല. ഇമസ്സ പഞ്ച ചേതസോ വിനിബന്ധ അസമുച്ഛിന്ന ഹോന്തി. ഈ 5 മനസ്സിൻ്റെ ചങ്ങലകെട്ടുകൾ ആ ഭിക്ഷു ഉപേക്ഷിച്ചിട്ടില്ല, അതിനെ മുറിച്ചു മാറ്റിയിട്ടില്ല. ഒരു ഭിക്ഷു മനസ്സിൻ്റെ ഈ 5 കളങ്കങ്ങളും മനസ്സിൻ്റെ ഈ 5 ചങ്ങലകെട്ടുകളും ഉപേക്ഷിച്ചിട്ടില്ല എങ്കിൽ ആ ഭിക്ഷു ഈ ധർമ്മവിനയത്തിൽ ഒരിക്കലും മുന്നേറില്ല, വൃദ്ധി പ്രാപിക്കില്ല, പൂർത്തിയാക്കില്ല. ഒരു ഭിക്ഷു ഈ 5 മനസ്സിൻ്റെ കളങ്കങ്ങളും അതേപോലെ തന്നെ 5 മനസ്സിൻ്റെ ചങ്ങലകെട്ടുകളും ഇല്ലാതാക്കി കഴിഞ്ഞാൽ ആ സമയത്ത് അവർ ഈ ധർമ്മവിനയത്തിൽ മുന്നേറും, അഭിവൃദ്ധി നേടും, വളരും, ഇത് പൂർത്തിയാക്കും. ഇനി അവർ ഈ 10 കാര്യങ്ങളും ഉപേക്ഷിച്ചു എന്ന് വിചാരിക്കുക. 5 മനസ്സിൻ്റെ കളങ്കങ്ങളും അതേപോലെ തന്നെ 5 മനസ്സിൻ്റെ ചങ്ങലകെട്ടുകളും. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് ഇനി പറയുന്നത്. കഥമാസ പഞ്ച ചേതോഖില പഹീനാഹോന്തി. ഏത് മനസ്സിൻ്റെ 5 കളങ്കങ്ങളാണ് അവർ ഉപേക്ഷിച്ചത്? ഭിക്ഷുക്കളെ, ഒരു ഭിക്ഷു ആ ഭിക്ഷുവിന് തൻ്റെ ശാസ്താവിനെ അല്ലെങ്കിൽ ടീച്ചറെ പറ്റി യാതൊരുവിധ സംശയവുമില്ല, വിശ്വാസമുണ്ട്, പ്രസന്നനാണ്. ഇങ്ങനെയാണെങ്കിൽ അവരുടെ മനസ്സ് ഈ ധർമ്മവിനയത്തിലേക്ക് ചായുന്നതാണ്. അപ്പോൾ അവർ നല്ലപോലെ പരിശ്രമിക്കുന്നതാണ്, പ്രയത്നിക്കുന്നതാണ്. ഇതാണ് അവർ ഉപേക്ഷിച്ച മനസ്സിൻ്റെ കളങ്കം. അടുത്തതായിട്ട് ഒരു ഭിക്ഷുവിന് ധർമ്മത്തെപ്പറ്റി യാതൊരുവിധ സംശയവുമില്ല, അതിൽ പൂർണ്ണമായിട്ട് മനസ്സ് അർപ്പിച്ചിട്ടുണ്ട്, അതിൽ അവർ പ്രസന്നരാണ്. അവർ ധർമ്മത്തിൽ പ്രസന്നരായതിനാൽ അവരുടെ മനസ്സ് ധർമ്മവിനയത്തിലേക്ക് ചായുന്നതാണ്, പരിശ്രമിക്കുന്നതാണ്, പ്രയത്നിക്കുന്നതാണ്. അങ്ങനെയാണ് ഇവർ രണ്ടാമത്തെ ഈ മനസ്സിൻ്റെ കളങ്കത്തെ ഉപേക്ഷിച്ചത്. ഭിക്ഷുക്കളെ, ആ ഭിക്ഷുവിന് സംഘത്തിൽ യാതൊരുവിധ സംശയമില്ല, മനസ്സ് പൂർണ്ണമായിട്ടും സംഘത്തിൽ അർപ്പിച്ചതാണ്, ആ സംഘത്തിൽ അവർ പ്രസന്നരാണ്. അതിനാൽ അവരുടെ മനസ്സ് ഈ ധർമ്മവിനയത്തിലേക്ക് ചായുന്നു, അവർ പരിപൂർണമായിട്ട് പ്രയത്നിക്കുന്നു, പരിശ്രമിക്കുന്നു. ഇതാണ് അവർ ഉപേക്ഷിച്ച മനസ്സിലെ മൂന്നാമത്തെ കളങ്കം. ഭിക്ഷുക്കളെ, ഒരു ഭിക്ഷുവിന് ഈ ശിക്ഷ അല്ലെങ്കിൽ ഈ ട്രെയിനിങ്ങിൽ യാതൊരുവിധ സംശയവുമില്ല, അവൻ്റെ മനസ്സ് പരിപൂർണമായിട്ടും ഇതിൽ അർപ്പിച്ചതാണ്, അതിൽ അവൻ പ്രസന്നനാണ്. അതിനാൽ അവൻ്റെ മനസ്സ് ഈ ധർമ്മവിനയത്തിലേക്ക് ചായുന്നു, ഇതിന് പരിശ്രമിക്കുന്നു, പ്രയത്നിക്കുന്നു, പുരുഷാർത്ഥം ചെയ്യുന്നു. ഇങ്ങനെ ആ ഭിക്ഷു തൻ്റെ നാലാമത്തെ മനസ്സിൻ്റെ കളങ്കം ഉപേക്ഷിച്ചു. അവരുടെ സഹബ്രഹ്മചാരിമാരോട് അവർ ദേഷ്യത്തിലല്ല, അവരോട് അവർക്ക് യാതൊരുവിധ വിരോധവുമില്ല, അവരോട് പിണക്കമോ മിണ്ടായ്മയോ ഒന്നും തന്നെ ഇല്ല. ഇതുമൂലം അവരുടെ മനസ്സ് ഈ ധർമ്മവിനയത്തിലേക്ക് ചായുന്നു, അതിനാൽ ഇവർ അതിൽ പ്രയത്നിക്കുന്നു, പരിശ്രമിക്കുന്നു. ഇത് അഞ്ചാമത്തെ മനസ്സിലെ കളങ്കമാണ് അവർ ഉപേക്ഷിച്ചത്. ഇതാണ് അവർ ഉപേക്ഷിച്ച 5 മനസ്സിലെ കളങ്കങ്ങൾ. അതായത് സംശയം എന്ന് പറയുന്ന ആ കളങ്കത്തെ അവർ പരിപൂർണമായിട്ട് ഉപേക്ഷിച്ചു. ഒരു ഭിക്ഷു ഉപേക്ഷിച്ച 5 ചേതസോ വിനിബന്ധ, അതായത് മനസ്സിൻ്റെ ചങ്ങലക്കെട്ടുകൾ, അത് ഏതൊക്കെയാണ്? ഏത് 5 ചങ്ങലക്കെട്ടുകളെയാണ് ഒരു ഭിക്ഷു മുറിച്ചു കളഞ്ഞത്? ഒരു ഭിക്ഷു ഇന്ദ്രിയ സുഖങ്ങൾക്ക് അല്ലെങ്കിൽ കാമങ്ങൾക്കുള്ള രാഗം, ആസക്തി, ദാഹം, തൃഷ്ണ ഇതെല്ലാം ഉപേക്ഷിച്ചു. ഇവയെല്ലാം ഉപേക്ഷിച്ചതുകൊണ്ട് അവരുടെ മനസ്സ് ഈ ധർമ്മവിനയത്തിലേക്ക് ചായുന്നു. അതുമൂലം അവർ പരിശ്രമിക്കുന്നു, പ്രയത്നിക്കുന്നു, സ്വയം അർപ്പിക്കുന്നു,
ആധ്യാത്മിക ജീവിതത്തിൽ മുന്നേറാൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിയും ഈ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്ന സുഖത്തിൽ ഒരു കാരണവശാലും ആസക്തരാകരുത് എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് നല്ല ദൃശ്യങ്ങൾ കാണുക, നല്ല സംഗീതം കേൾക്കുക, നല്ല ഗന്ധം മണക്കുക, ഇതിൽ ആസക്തരാകരുത് എന്നാണ് പറയുന്നത്. ഇതിൽ മറ്റൊരു രഹസ്യം കൂടി അടങ്ങിയിട്ടുണ്ട്. ഇന്ദ്രിയ സംവരം, അതായത് നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമ്മൾ സംയമം ചെയ്യണം. ഏതെല്ലാം കാണണം, ഏതെല്ലാം കാണരുത് എന്ന് നമ്മൾ തീരുമാനിക്കണം. അംഗുത്തര നികായിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മനസ്സിൽ രാഗമുണ്ടാക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ശുഭനിമിത്തം. അതായത് നമ്മൾക്കിഷ്ടമുള്ള രൂപം അല്ലെങ്കിൽ ഇഷ്ടമുള്ള പഞ്ചേന്ദ്രിയങ്ങളുടെ വിഷയം, അതിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ രാഗം ഉണ്ടാകുക തന്നെ ചെയ്യും. ഒരു ഭിക്ഷുവിൻ്റെ മനസ്സിൽ നിന്ന് കാമങ്ങളോട് അല്ലെങ്കിൽ ഇന്ദ്രിയ സുഖങ്ങളോടുള്ള ആസക്തി, കാമം, ഇത് പരിപൂർണമായിട്ടും ഇല്ലാതായി. അതുമൂലം അവരുടെ മനസ്സ് ഈ ധർമ്മവിനയത്തിലേക്ക് ചായുന്നു. അതിൽ അവർ പരിശ്രമിക്കുന്നു, പ്രയത്നിക്കുന്നു, പുരുഷാർത്ഥം ചെയ്യുന്നു. ഇതാണ് അവർ ഉപേക്ഷിച്ച ആദ്യത്തെ ചങ്ങലക്കെട്ട്. അടുത്തതായി ആ ഭിക്ഷു കായ അല്ലെങ്കിൽ ശരീരത്തോടുള്ള ആസക്തി, രാഗം, ദാഹം, തൃഷ്ണ ഇവയെല്ലാം ഉപേക്ഷിച്ചത് മൂലം അവരുടെ മനസ്സ് ഈ ധർമ്മവിനയത്തിലേക്ക് ചായുന്നു. ഇതിലേക്ക് അവർ പരിശ്രമിക്കുന്നു, പ്രയത്നിക്കുന്നു, പുരുഷാർത്ഥം ചെയ്യുന്നു. അടുത്തതായി ആ ഭിക്ഷു രൂപത്തിൽ വീതരാഗൻ, അതായത് പുറമേ കാണുന്ന രൂപത്തിൽ രാഗമില്ലാതെ, ആസക്തിയില്ലാതെ, അതിനോട് തൃഷ്ണയില്ലാതെ അവൻ വിഹരിക്കുന്നു. അതുമൂലം അവൻ്റെ മനസ്സ് ഈ ധർമ്മവിനയത്തിലേക്ക് ചായുന്നു. അതിനുവേണ്ടി പരിശ്രമിക്കുന്നു, പ്രയത്നിക്കുന്നു, പുരുഷാർത്ഥം ചെയ്യുന്നു. അടുത്തതായിട്ട് അവർ വയറ് നിറയെ ഭക്ഷണം കഴിക്കുന്നില്ല. കൂടാതെ ഉറക്കത്തിലോ അതേപോലെ തന്നെ കിടക്കുന്നതിലോ അല്ലെങ്കിൽ ഉറക്കം തൂങ്ങുന്നതിലോ അവർ ആനന്ദം കാണുന്നില്ല. അതുമൂലം അവരുടെ മനസ്സ് ആ ധർമ്മവിനയത്തിലേക്ക് ചായുന്നു. അതുമൂലം അവർ പരിശ്രമിക്കുന്നു, പ്രയത്നിക്കുന്നു, പുരുഷാർത്ഥം ചെയ്യുന്നു, അങ്ങനെ മുന്നേറുന്നു. നമ്മൾ ധാരാളമായിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ആലസ്യമാണ് ഉണ്ടാകുക. 24 മണിക്കൂറും ജോലി ചെയ്യണം എന്നാണ് ബുദ്ധൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നമ്മൾ അമിതമായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മൾക്ക് ഉറക്കം വരും, നമ്മൾ കിടക്കും, നമ്മൾക്ക് ആലസ്യമുണ്ടാകും. അത് കാരണം നമ്മൾ ഒരിക്കലും മുന്നേറില്ല. അടുത്തതായിട്ട് ആ ഭിക്ഷു ഈ ബ്രഹ്മചര്യ ജീവിതം അല്ലെങ്കിൽ ആധ്യാത്മിക ജീവിതം നയിക്കുന്നത് ഏതെങ്കിലും ദേവലോകത്തിൽ പോയിട്ട് ജനിക്കാൻ വേണ്ടിയല്ല. ഈ ശീലത്താൽ, വ്രതത്താൽ, തപസ്സിനാൽ, ബ്രഹ്മചര്യത്താൽ ഞാൻ ദേവലോകത്ത് പോയിട്ട് ജനിക്കണം എന്ന് ആ ഭിക്ഷു ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അതുമൂലം ആ ഭിക്ഷുവിൻ്റെ മനസ്സ് ഈ ധർമ്മവിനയത്തിലേക്ക് ചായുന്നു. ഇതിനായിട്ട് പ്രയത്നിക്കുന്നു, പരിശ്രമിക്കുന്നു, പുരുഷാർത്ഥം ചെയ്യുന്നു. ഇതാണ് മനസ്സിൻ്റെ 5ാമത്തെ ചങ്ങലക്കെട്ട്. അത് അവർ മുറിച്ചു കളഞ്ഞത്. ഒരു ഭിക്ഷു തൻ്റെ മനസ്സിലെ 5 കളങ്കങ്ങളെയും അതേപോലെ തന്നെ 5 ചങ്ങലക്കെട്ടുകളെയും ഉപേക്ഷിക്കുന്ന സമയത്ത്, അതിനെ ഇല്ലാതാക്കുന്ന സമയത്ത് ആ ഭിക്ഷു ഈ ധർമ്മവിനയത്തിൽ തീർച്ചയായിട്ടും മുന്നേറുന്നതാണ്, അഭിവൃദ്ധി പ്രാപിക്കുന്നതാണ്, ലക്ഷ്യം കാണുന്നതാണ്. ഇനി അടുത്തതായിട്ട് 4 ഇദ്ധിപാദങ്ങളെക്കുറിച്ചിട്ടാണ് പറയുന്നത്. അതിനോടൊപ്പം തന്നെ പരിശ്രമവും. ഇദ്ധിപാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ സിദ്ധി, അതിനെയാണ് ഇദ്ധി എന്ന് പറയുന്നത്. നമ്മുടെ സിദ്ധി എന്ന് പറയുന്നത് നിർവ്വാണം അല്ലെങ്കിൽ മുക്തി, മോക്ഷം, അതാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പരിശ്രമിക്കുന്നത്. അതിന് ഈ 4 പരിശ്രമങ്ങൾ വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ഇതിനെ ഇദ്ധിപാദം എന്ന് പറയുന്നത്. ഈ ഇദ്ധിപാദങ്ങൾ ഏതൊക്കെയാണ്? ഛന്ദ ഇദ്ധിപാദം, വീര്യ ഇദ്ധിപാദം, ചിത്ത ഇദ്ധിപാദം, വീമാംസ ഇദ്ധിപാദം. ഛന്ദ ഇദ്ധിപാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു വ്യക്തി ഏത് സമയത്ത് ജനിക്കുന്നോ ആ സമയത്ത് ആ വ്യക്തി എപ്പോഴും ആധ്യാത്മിക പാതയായിരിക്കും തിരഞ്ഞെടുക്കുക. ഒരിക്കലും ലൗകിക പാത തിരഞ്ഞെടുക്കില്ല. അതിനെയാണ് ഛന്ദ ഇദ്ധിപാദം എന്ന് പറയുന്നത്. വീര്യ ഇദ്ധിപാദം എന്ന് പറയുന്നത് ആ വ്യക്തിക്ക് ഏത് സമയത്ത് ഒരു ആധ്യാത്മിക പാത ലഭിക്കുന്നുവോ ആ വ്യക്തി വളരെയധികം അതിൽ പരിശ്രമിക്കും. ചിത്ത ഇദ്ധിപാദം എന്ന് പറയുന്ന സമയത്ത് ആ വ്യക്തി തൻ്റെ മനസ്സിനെ സമാധി അല്ലെങ്കിൽ ധ്യാനത്തിന് വേണ്ടിയിട്ടായിരിക്കും കൂടുതൽ അതിനുവേണ്ടി പ്രയത്നിക്കുക. വീമാംസ ഇദ്ധിപാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി തൻ്റെ മനസ്സിൽ അനിച്ഛ, ദുഃഖ, അനത്ത ഇവ കൊണ്ടായിരിക്കും കൂടുതൽ പ്രവർത്തിക്കുക. ഒരു വ്യക്തിക്ക് ഈ 4 ഇദ്ധിപാദങ്ങളും അത്യാവശ്യമാണ്. പക്ഷേ ചിലർ ഒന്നിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. മറ്റൊരു കാര്യം കൂടി ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ 4 ഇദ്ധിപാദവും എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? സമാധിക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്.
സോ ഛന്ദസമാധിപ്രധാന സംഘാര സമന്യാഗതം ഇത്ഥിപാദം ഭാവേതി. ആ ഭിക്ഷു സമാധിക്ക് വേണ്ടി ഛന്ദ ഇദ്ധിപാദം ഉപയോഗിക്കുന്നു. അതിന് നിഷ്ഠാപൂർവം ഉത്സാഹത്തോടുകൂടി ആ വ്യക്തി അഭ്യസിക്കുന്നു. വിരിയ സമാധി പ്രധാന സംഘാര സമന്യാഗതം ഇദ്ധിപാദം ഭാവേതി. വീര്യത്താൽ അല്ലെങ്കിൽ പരിശ്രമത്താൽ സമാധി നേടാൻ വേണ്ടി ആ വ്യക്തി ഉത്സാഹത്തോടെ പരിശ്രമിക്കുന്നു. ചിത്തസമാധി പ്രധാന സംഘാര സമന്യാഗതം ഇദ്ധിപാദം ഭാവേതി. ചിത്തത്താൽ സമാധി നേടാൻ വേണ്ടി വളരെ ഉത്സാഹപൂർവം ആ വ്യക്തി പ്രയത്നിക്കുന്നു. മീമാംസ സമാധി പ്രധാന സംഘാര സമന്യാഗതം ഇദ്ധിപാദം ഭാവേതി. മീമാംസ അല്ലെങ്കിൽ പഞ്ഞിയാൽ സമാധിക്കായിട്ട് ആ വ്യക്തി ഉത്സാഹപൂർവം പ്രയത്നിക്കുന്നു. ഈ 4 ഇദ്ധിപാദങ്ങൾ കൂടി മറ്റൊരു കാര്യം കൂടി ചേർത്തിട്ടുണ്ട്. അതാണ് സമ്മപ്രധാന. പ്രധാന എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ 4 വ്യായാമങ്ങൾ, അതിനെയാണ് പ്രധാന എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമം കൂടി ഈ 4 ഇദ്ധിപാദങ്ങളോടുകൂടിയുണ്ട്. അതുകൊണ്ടാണ് ഇത് 4ഉം 1ഉം കൂടി 5 ആയത്. സമ്മപ്രധാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതുതന്നെയാണ് 4 വ്യായാമങ്ങൾ. അതായത് മനസ്സിൽ അകുശല ധർമ്മം ഉണ്ട് എങ്കിൽ അതിനെ കളയുന്നു. ഇല്ലാത്ത അകുശല ധർമ്മങ്ങളെ ഉള്ളിലേക്ക് വരാൻ സമ്മതിക്കുന്നില്ല. കുശലം ഉണ്ടെങ്കിൽ അതിനെ സംരക്ഷിക്കുന്നു. ഇല്ലാത്ത കുശലത്തെ അകത്തേക്ക് വരാൻ സമ്മതിക്കുന്നു. ഒരു ഭിക്ഷുവിന് ഈ 15 അംഗങ്ങളും ഉണ്ടെങ്കിൽ ആ വ്യക്തി വളരെ നിഷ്ഠാപൂർവം പ്രയത്നിച്ചുകൊണ്ട് ബന്ധനങ്ങളെ ഇല്ലാതാക്കും, മുക്തി നേടും. എന്നിട്ട് അനുത്തരം യോഗക്ഷേമം നേടും. അതായത് അർഹന്തനായിട്ട് തീരും എന്നാണ് പറയുന്നത്. അതിന് ഉദാഹരണമായിട്ട് ഭഗവാൻ ഇങ്ങനെ പറയുന്നു. ഒരു പിടക്കോഴി ഉണ്ടെന്ന് കരുതുക. അതിന് 8, 10 അല്ലെങ്കിൽ 12 മുട്ടകൾ ഉണ്ട് എന്ന് വിചാരിക്കുക. ആ പിടക്കോഴി ആ മുട്ടകളുടെ മേൽ ശരിയായിട്ട് അടയിരിക്കുന്നു. എന്നിട്ട് അതിന് ആവശ്യമായിട്ടുള്ള ചൂട് നൽകുന്നു. കോഴിക്കുഞ്ഞുങ്ങൾ തൻ്റെ നഖവും അതേപോലെ തന്നെ കൊക്കും ഉപയോഗിച്ച് ആ മുട്ടകളെ പൊട്ടിച്ചുകൊണ്ട് സുരക്ഷിതമായിട്ട് പുറത്തു വരണം എന്ന് ആ പിടക്കോഴി ആഗ്രഹിച്ചിട്ടില്ലെങ്കിൽ കൂടി ആ കോഴിക്കുഞ്ഞുങ്ങൾ തൻ്റെ നഖവും കൊക്കും ഉപയോഗിച്ച് ആ മുട്ടകൾ പിളർന്ന് സുരക്ഷിതരായിട്ട് അവർ പുറത്തു വരും. ഇപ്രകാരം ഒരു ഭിക്ഷു, ആ ഭിക്ഷുവിന് ഈ 15 അംഗങ്ങളും സ്വന്തമാണ് എങ്കിൽ, അതിനോടൊപ്പം പരിശ്രമവും കൂടെ ഉണ്ട് എങ്കിൽ, ആ ഭിക്ഷു തീർച്ചയായിട്ടും സ്വതന്ത്രനാകും, മുക്തനാകും. ഏറ്റവും ഉയർന്ന പദവി ആ ഭിക്ഷു നേടും. അതായത് അർഹന്തനായിട്ട് തീരും. ഈ 15 അംഗങ്ങൾ ഉണ്ടായിരുന്നാൽ മാത്രം പോരാ, അതിന് ഉത്സാഹപൂർവമായിട്ടുള്ള പ്രവൃത്തിയും വേണ്ടതാണ്, പരിശ്രമവും വേണ്ടതാണ്. ഇതാണ് ബുദ്ധൻ പറഞ്ഞത്. തൃപ്തരായി ആ ഭിക്ഷുക്കൾ ബുദ്ധൻ്റെ വചനത്തെ അനുമോദിച്ചു. ചേതോഖില സൂത്തം സമാപിച്ചു. ഇതുപോലെയുള്ള കൂടുതൽ സൂത്തങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കുക. സൂത്തം ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. കുറച്ച് സമയത്തേക്ക് പുണ്യവിതരണത്തിൻ്റെ അഭ്യാസം ചെയ്യാം. ദുഃഖം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ദുഃഖത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ഭയം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ഭയത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ശോകം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ശോകത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. എല്ലാ പ്രാണികൾക്കും മുക്തി ലഭിക്കട്ടെ. നമ്മൾ നേടിയ ഈ പുണ്യത്തിൽ സർവ്വജീവികളും പങ്കാളികൾ ആകട്ടെ. അതുമൂലം സർവ്വപ്രാണികൾക്കും സുഖം, സന്തോഷം ഉണ്ടാകട്ടെ. ഭൂമിയിലും ആകാശത്തിലും ഉള്ള സർവ്വപ്രാണികളും അധോലോകത്തെയും മനുഷ്യലോകത്തെയും ദേവലോകത്തെയും രൂപ അരൂപ ബ്രഹ്മലോകത്തിലെയും സർവ്വപ്രാണികളും നമ്മളുടെ ഈ പുണ്യത്തിൽ പങ്കാളികളാകട്ടെ. അതിശക്തരായിട്ടുള്ള ദേവന്മാരും ബ്രഹ്മന്മാരും ബുദ്ധശാസനത്തെ സംരക്ഷിക്കട്ടെ. സാധു സാധു സാധു.